നമസ്കാരം. തമിഴ് സാഹിത്യത്തിലെ അമരകാവ്യമായ ചിലപ്പതികാരം പറയുന്ന കഥയാണ് കണ്ണകിയുടെ ജീവിതം. ഭർത്താവായ കോവിലൻ ആഡംബര ജീവിതത്തിലേക്ക് വഴുതിയതോടെ സമ്പത്തെല്ലാം നഷ്ടമായി. കണ്ണകി പരാതിപ്പെട്ടില്ല, കുറ്റം പറഞ്ഞില്ല. പതിവ്രതയായ അവൾ ഭർത്താവിനൊപ്പം നിന്നു. ഒടുവിൽ അവൾക്ക് ശേഷിച്ച ഏക സ്വത്ത് അവളുടെ ചിലമ്പ് മാത്രമായിരുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ചിലമ്പ് വിൽക്കാനായി കോവിലൻ മധുരയിലേക്ക് പോയി. അന്നേരം മധുര രാജ്യം വാണിരുന്ന പാണ്ഡ്യരാജാവിൻ്റെ റാണിയുടെ ചിലമ്പ് മോഷണം പോയിരുന്നു. രാജഭടന്മാർ സംശയത്തോടെ തിരഞ്ഞു നടക്കുന്നതിനിടയിലാണ് ചിലമ്പ് വിൽക്കാനായി കോവിലൻ വന്നത്. ആ കോവിലിനെ ഇവർ പിടിച്ചു. റാണിയുടെ ചിലമ്പിനോട് സാമ്യമുള്ളതായിരുന്നു കോവിലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചിലമ്പ്. യാതൊരു അന്വേഷണവുമില്ലാതെ, യാതൊരു സാക്ഷ്യവുമില്ലാതെ രാജാവ് കോവിലനെ കള്ളനെന്ന് വിധിച്ചു. രാജകോപത്തിൽ ഒരു നിരപരാധിയുടെ ജീവൻ അവിടെ അവസാനിച്ചു. ഈ വാർത്ത കണ്ണകിയെ തേടിയെത്തി. മനസ്സിൽ തീ കത്തിച്ച് അഴിഞ്ഞു വീണ മുടിയുമായി അവൾ മധുരയിലേക്ക് നടന്നു. രാജസന്നിധിയിൽ അവൾ തൻ്റെ ഒറ്റ ചിലമ്പ് നിലത്തടിച്ച് പൊട്ടിച്ചു. അതിനുള്ളിൽ നിന്ന് മാണിക്യക്കല്ലുകൾ ചിതറി വീണു. രാജാവിന് അപ്പോഴാണ് സത്യം മനസ്സിലായത്. കാരണം റാണിയുടെ ചിലമ്പിനുള്ളിൽ ഉണ്ടായിരുന്നത് മുത്തുകളായിരുന്നു. ഒരു രാജാവിൻ്റെ അഹങ്കാരം ഒരു കുടുംബത്തെ നശിപ്പിച്ചു. ശരിയായ അന്വേഷണം കൂടാതെ ഭർത്താവിനെ കൊന്ന രാജാവിനെ കണ്ണകി ശപിച്ചു. മധുര നഗരം കത്തിയമർന്നു. രാജപ്രതാപങ്ങളും കൊട്ടാരങ്ങളും ചാരമായി. അനീതിയുടെ മേൽ നീതി വിജയം നേടി. അതിനുശേഷം കണ്ണകി മുക്തി പ്രാപിച്ചു എന്നാണ് വിശ്വാസം. എന്നാൽ കണ്ണകിയുടെ കഥ അവിടെ അവസാനിച്ചില്ല. മധുരയിലെ ദഹനത്തിനു ശേഷം അവൾ ബാലികാരൂപത്തിൽ വീണ്ടും ഭൂമിയിലൂടെ യാത്ര തുടർന്നു എന്നാണ് ഐതിഹ്യം. കന്യാകുമാരി വഴി കൊടുങ്ങല്ലൂർ ലക്ഷ്യമാക്കി അവൾ വഞ്ചിനാട്ടിലേക്ക് നടന്നു. ആ ദീർഘയാത്രയിൽ അവൾ വിശ്രമിച്ച പുണ്യഭൂമിയാണ് ആറ്റുകാൽ. കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ കരമനയാറ്റിൻ്റെ തീരത്ത് മുല്ലവീട്ടിൽ കാരണവർ കുളിക്കാനിറങ്ങിയപ്പോൾ അപൂർവ തേജസ്സുള്ള ഒരു പെൺകുട്ടിയെ അവിടെ കണ്ടു. കുട്ടി കാരണവരോട് ആറ് കടക്കാൻ സഹായം ചോദിച്ചു. കാരണവർ അവളെ കൈപിടിച്ച് കടത്തിക്കൊണ്ടുപോയി. കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന തേജസ്സിൽ എന്തോ ദിവ്യതയുണ്ടെന്ന് കാരണവർക്ക് തോന്നി. അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടുകാർ കുട്ടിക്കായി ഭക്ഷണം തയ്യാറാക്കി. എന്നാൽ ഭക്ഷണം പാകമായപ്പോഴേക്കും കുട്ടി അപ്രത്യക്ഷയായി. അന്നത്തെ രാത്രി പകൽ കണ്ട അതേ ബാലിക ദേവീരൂപത്തിൽ കാരണവരുടെ സ്വപ്നത്തിൽ ദർശനം നൽകി. ഈ സ്ഥലത്ത് 3 സ്വർണ്ണവരകൾ കാണും, അവിടെ എനിക്കൊരു ഇരിപ്പിടം പണിയണം എന്നായിരുന്നു ദേവിയുടെ അരുളപ്പാട്. കാരണവർ രാവിലെ തന്നെ ആ സ്ഥലം പരിശോധിച്ചു. ദേവി പറഞ്ഞ അടയാളങ്ങൾ അവിടെ കണ്ടെത്തി. അവിടെ ഒരു ചെറിയ ആരാധനാലയം പണി കഴിപ്പിച്ചു. കാലം കഴിഞ്ഞപ്പോൾ നാട്ടുകാർ മുൻകൈയെടുത്ത് ആ ക്ഷേത്രം വികസിപ്പിച്ചു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം രൂപം കൊണ്ടത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ണകിയുടേതാണ്. എന്നാൽ ഭക്തർ ദേവിയെ പല രൂപങ്ങളിലായി ആരാധിക്കുന്നു. കണ്ണകിയായി, ഭദ്രകാളിയായി, ഭഗവതിയായി, അമ്മയായി. വിശ്വാസികൾക്ക് ദേവി ആറ്റുകാലമ്മയാണ്. വടക്കോട്ട് ദർശനം നൽകി നിൽക്കുന്ന ദേവിയുടെ വിഗ്രഹം തടിയിൽ തീർത്തതാണ്. കണ്ണകി വിശ്രമിച്ച ഈ മണ്ണിൽ സ്ത്രീകൾ അഗ്നി കത്തിച്ച് അന്നം പാകം ചെയ്ത് സമർപ്പിച്ചതാണ് പൊങ്കാലയുടെ തുടക്കമെന്നാണ് വിശ്വാസം. അതാണ് കാലക്രമേണ സ്ത്രീകളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായി ആറ്റുകാൽ പൊങ്കാല മാറിയത്. ഓരോ അടുപ്പിലും കത്തുന്ന തീ കണ്ണകിയുടെ നീതിയുടെ അഗ്നിയാണ്. ഓരോ സ്ത്രീയും ആ ദിവസം ഒരു കണ്ണകിയാണ്. ഇന്ന് ആ വിശ്വാസത്തിന് ഒരു മഹാദൃശ്യരൂപം ഒരുങ്ങുകയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന് മുൻപിൽ ഉയരാൻ പോവുകയാണ്. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ശേഷം 60 അടി ഉയരത്തിൽ ഒറ്റ ചിലമ്പുമായി സംഹാരരുദ്രയായി നിൽക്കുന്ന കണ്ണകിയുടെ ശില്പനിർമ്മാണം ആരംഭിക്കും. ആഴിമല മഹാദേവ ക്ഷേത്രത്തിലെ ഗംഗാധരേശ്വര ശില്പം നിർമ്മിച്ച പ്രശസ്ത ശില്പി ദേവദത്തനാണ് ഈ മഹാശില്പത്തിനും രൂപം നൽകുന്നത്. ഈ ശില്പം മുന്നറിയിപ്പാണ്. അനീതിക്കെതിരെ ഉയരുന്ന സ്ത്രീ ശബ്ദത്തിൻ്റെ ശാശ്വത ചിഹ്നമാണത്.